My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷത്തിൽ കൂടുതലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് SEIS EIS രജിസ്ട്രേഷനിലൂടെ UK ടാക്സ് പേയേഴ്സ് വഴി ഇക്വിറ്റി ഷെയർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുകയും നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് പൂർണ്ണമായിട്ടും അവർ UK അടച്ച ടാക്സ് റീഫണ്ട് ആയിട്ട് കിട്ടുകയും അതുവഴി നിങ്ങൾക്ക് 3 വർഷം വരെയും ഈ ഫണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് UK ബിസിനസ് ചെയ്യുവാൻ സാധിക്കും. ഇതുവഴി ധാരാളം സ്റ്റാർട്ടപ്പുകളാണ്, പ്രത്യേകിച്ച് ഹൈ റിസ്ക് ബിസിനസ്സുകളെല്ലാം തുടങ്ങുന്നത് ഈ രീതിയിലുള്ള EIS SEIS ഫണ്ട് വഴിയാണ്. ധാരാളം സ്റ്റാർട്ടപ്പുകളാണ് UK ടാക്സ് പേയേഴ്സിൻ്റെ സപ്പോർട്ടിൽ UK തുടങ്ങുന്നത്. SEIS പ്രകാരം 2 ലക്ഷം പൗണ്ട് വരെയും നിങ്ങൾക്ക് 50% ടാക്സ് റീഫണ്ട് കിട്ടുകയും EIS പ്രകാരം നിങ്ങൾക്ക് 7 മില്യൺ പൗണ്ട് വരെയും 30% ടാക്സ് റിബേറ്റ് കിട്ടുകയും ഇതുവഴി വലിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളാണ് SEIS EIS വഴി UK രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് പലപ്പോഴും ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടും ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ടും ബാങ്ക് ലോണോ മറ്റും കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് UK ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിൽ SEIS EIS വഴി നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യുവാനും ടാക്സ് പേയേഴ്സിന് ഇക്വിറ്റി ഷെയർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എക്സ്പാൻഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ റേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് HMRCയിൽ നിന്ന് പ്രീ അപ്രൂവൽ കിട്ടണം. കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിലൂടെ ഹൈ റിസ്ക് ബിസിനസ്സുകൾക്കും സ്കെയിലപ്പ് ബിസിനസ്സുകൾക്കുമാണ് HMRC അപ്രൂവ് ചെയ്യുന്നത്. ഇത് പ്രകാരം UK സ്കെയിലപ്പ് ആയിട്ടുള്ള ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് എപ്പോഴും ഹൈ റിസ്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് EIS SEIS വഴി ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. UK സ്റ്റാർട്ടപ്പ് കമ്പനി ഇക്വിറ്റി ഷെയർസ് വഴി UK ടാക്സ് പേയേഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഡിവിഡൻ്റാണ് കൊടുക്കേണ്ടത്. സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഡിവിഡൻ്റാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വഴി ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോൾ വരും കാലങ്ങളിൽ ആ ബിസിനസ് എക്സ്പാൻഷൻ്റെ പെർസെൻറ്റേജും ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ്. ബിസിനസ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ഫണ്ട് ആവശ്യമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യുകയും ഇത് പ്രകാരം 7 മില്യൺ പൗണ്ട് വരെയും സീഡ് ഫണ്ട് സീരീസ് A സീരീസ് B എന്ന പ്രകാരം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ആവശ്യത്തിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.